ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു. വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ രാവിലെ കാഴ്ചവരും വൈകുന്നേരം ഞങ്ങളുടെ ക്ഷീണിച്ചു ഞങ്ങളുടെ അകത്തിന്റെ മുമ്പിലും ഞങ്ങളുടെ ദേശഭാഗങ്ങളുടെ പാപങ്ങളെ പ്രാർത്ഥിച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകൾക്ക് ഇതിൻ്റെ കോപത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ നിർവഹിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായ 80 സംവത്സരം. അതിൻ്റെ പിതാവും പ്രയാസവും ദുഃഖവും വരെ അത് വേഗം തീരുകയും ഞങ്ങൾ വളർന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തി നിന്നെ ഭയപ്പെടാതാണ് നിന്റെ കോപത്തിൽ ഗ്രഹിക്കുന്ന ആൾ. ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കണോ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ പ്രതീക്ഷിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം അതിലൂടെ സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദൈവം തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലം മുഖ്യം ഞങ്ങൾ ഘോഷിച്ചായിരിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്ക് ഞങ്ങൾ അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും ലഭ്യമാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ സാധനം ഞങ്ങളുടെ കയ്യിലാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി. പ്രായോഗിക സൗകര്യത്തിന് വേണ്ടി ഇത് പുറത്തേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ഈ ബോഡി പുറത്തേക്ക് എടുക്കുകയും അവരുടെ ക്രമീകരണങ്ങളിൽ നമുക്ക് തുറന്നായിരിക്കുകയും ചെയ്യാം. ധാരാളം പേര് വരുന്നുണ്ട്. അവർ വരുമ്പോൾ വീടിനകത്ത് വളരെ കൺജസ്റ്റഡ് ആണെന്നാണ് പ്രിയപ്പെട്ടവർ പറയുന്നത്. കൊണ്ട് നമ്മളിപ്പോൾ തന്നെ ബോഡി പുറത്തേക്ക് എടുക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ഡൽഹിയിൽ നിന്ന് വന്നിരിക്കുന്ന സാമൂഹിക പ്രവർത്തകർ ഇപ്പോൾ പ്രാർത്ഥിക്കും. അതിനുശേഷം ബോഡി പുറത്തേക്ക് നമുക്ക് രാസനങ്ങളിൽ ഞങ്ങളുടെ ശിക്ഷാവും ദൈവവും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കുന്ന ദൈവം ഞാൻ ഈ സമയത്തിനായി ഞങ്ങൾ ശ്രമിക്കുന്നതിന് ഈ ഒരു സാഹചര്യത്തിന് കണ്ടുകൂടുവാൻ ഇത് ദുഃഖകരമായ ഒരു സാഹചര്യം കർത്താവേ ഞങ്ങൾക്ക് നല്ല പ്രത്യാശയും സന്തോഷവും ആനന്ദവും ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ വിശ്വാസത്തിനും എല്ലാം കർത്താവേ ഞങ്ങൾ കാണിച്ചിരുന്ന വലിയ കാഴ്ചപ്പാടുകളെ സ്മരിക്കുന്ന ലോകത്തിൽ ഞങ്ങൾ ഈ ലോകത്തിലെ ജീവിതം കർത്താവേ അത് ഞങ്ങൾ വായിച്ചതും കേട്ടതും പാടിയത് പോലെ കർത്താവേ ഒരു നശ്വരമായ ജീവിതമാണ്. സ്തോത്രം. അത് ഒരു പുഷ്പം പോലെ ഇവരെ വളർത്തി അതിനെ ഉയർത്തിക്കൊണ്ടുവന്നതിന് അതിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് സഹോദരന്റെ ജീവിതത്തിൽ കർത്താവേ ജീവിതത്തിൽ പുഷ്പമായിട്ട് കർത്താവേ അത് പരിമളം ഉണ്ടാക്കി കർത്താവേ ദേശത്തിന് രാജ്യത്തിന് കർത്താവേ സമൂഹത്തിന് കർത്താവേ ഇടയാക്കി ഞാൻ സ്തുതിക്കുന്നു. കർത്താവേ ഇനി അവരുടെ പ്രത്യാശയോടെ ആ ജീവിതത്തിൽ അവർ എത്തിച്ചേർന്ന് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. സ്തോത്രം. ഞങ്ങൾക്കും അനേകർക്കും കർത്താവേ ഈ പ്രത്യാശ വഴി കാണിച്ചു തന്ന ഒരു ദൈവദാസനാണ്. അതിനെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് സന്തോഷിപ്പാനേ ഉള്ളൂ, ആനന്ദിപ്പാനേ ഉള്ളൂ, നിന്നെ മോശപ്പെടുത്തുവാനേ ഉള്ളൂ. സ്തോത്രം. ഞങ്ങൾക്ക് ലഭിച്ച അഭിഭാഗ്യവതികാരിനെ സ്തുതിക്കുന്ന ഭവനത്തെ നിങ്ങളെല്ലാം നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ നീ അവരെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾക്ക് സ്വർഗീയ പിതാവ് ഉണ്ടെന്നുള്ളത് കർത്താവേ ആ കുഞ്ഞുങ്ങൾക്ക് പറയുവാൻ തരണം ധൈര്യം, ഉറപ്പ് കർത്താവേ നിങ്ങൾക്ക് കൊടുക്കണം. പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങൾക്കുള്ള വലിയ വാഗ്ദത്തം, വിലയേറിയ വാഗ്ദത്തം. ലോകത്തിന് വലിയ കഴിയാത്തതായ ഒരു വലിയ വാഗ്ദത്തമാണ് സ്വർഗീയ പിതാവ് ഉള്ളതെന്നുള്ളത്. കർത്താവേ ആ പിതാവിനെ ഞങ്ങൾക്ക് ഞങ്ങൾ ആശ്രയിപ്പാൻ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ പുത്രനായ നിന്നെ സ്തുതിക്കുന്നു. പുത്രനോട് ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ ഭാഗ്യവതിക്കാൻ നിന്നെ സ്തുതിക്കുന്നു. സകല മോഹത്തോട് നിൽക്കുന്നതൊന്നും ഉള്ള ശുശ്രൂഷകളെ അനുഗ്രഹിക്കണേ. വന്നവരെല്ലാവരും അനുഗ്രഹിക്കണേ. ഞങ്ങൾ ദുഃഖത്തോടല്ല കടന്നു പോകാൻ പോകുന്നത് കർത്താവേ. ഞങ്ങൾ സന്തോഷിച്ച
സന്തോഷം ആനന്ദിച്ചു കർത്താവേ, നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കാനും ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. സകല മുഖത്തോട് നിൽക്കണം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതോടുകൂടെ കേൾക്കണം കർത്താവേ. 2-3 പേർ എൻ്റെ നാമത്തിൽ ഇവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. കർത്താവിൻ്റെ വാഗ്ദാനമാണ്. അങ്ങനെയെങ്കിൽ കർത്താവ് നമുക്ക് നമ്മുടെ അക്ഷരീയമായ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും നമ്മുടെ മധ്യത്തിലുണ്ട്. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവ് തന്നെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തിലുള്ളവർ, സഹോദരങ്ങൾ, അവർക്ക് ആശ്വാസം ലഭിക്കണം. ഇന്ന് ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവർ മാറ്റമില്ലാത്ത ദൈവവചനം ധാരാളമായിട്ട് കേൾക്കണം. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഇന്നത്തെ ദിവസം നമ്മളിവിടെ ആയിരിക്കുന്നത് ഒരു തുടക്കത്തിനും ഒരു മാറ്റത്തിനും മുഖാന്തരമായി തീരണം. ഇതാണ് ഈ ശുശ്രൂഷകൾ കൊണ്ടൊക്കെയും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, പ്രിയ കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവം അവിടെ നൽകിയാൽ സ്തോത്രം. അവിടുത്തെ വലിയ ദൈവമായാൽ അവിടുത്തെ മുമ്പിൽ ഞങ്ങൾ കുമ്പിടുന്നു, നമസ്കരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയ സഹോദരന്റെ വേർപാടിന്റെ ഈ സമയത്ത് കർത്താവെ, ദുഃഖസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ കർത്താവെ, അവിടുത്തെ സാന്നിധ്യത്താൽ അവിടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ എല്ലാം ആശ്വസിപ്പിച്ച് സ്വർഗീയ സമാധാനത്താൽ നിറച്ച് ഞങ്ങളെ മുന്നോട്ട് നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നിവിടെ നടക്കുന്ന ശുശ്രൂഷകളുടെ മേലെല്ലാം അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രിയ സഹോദരന്റെ ആത്മാവ് അവിടുത്തെ കരങ്ങളിൽ സ്വസ്ഥമായിരിക്കുന്നതിനാൽ സ്തോത്രം. കർത്താവെ, ഇന്നിവിടെ നടക്കുന്ന ശുശ്രൂഷയെല്ലാം ജീവനോടെ ഇരിക്കുന്ന ഞങ്ങൾക്കെല്ലാം വെല്ലുവിളിയാകുവാനും പലരെയും ദൈവത്തിലേക്ക് നടത്തുവാനും ഇടയാകുന്നവണ്ണം ശക്തിയോടെ വചനം, വളരെ വ്യക്തതയോടെ വചനം പ്രസ്താവിക്കപ്പെടുവാനിടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷയിലൂടെയും അവിടുത്തെ നാമത്തെ ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതെ കർത്താവെ, അതവിടുന്ന് ചെയ്യാൻ പോകുന്നൊരു സ്തോത്രം. നന്ദി, നന്ദി കർത്താവെ, നന്ദി കർത്താവെ. അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. കൂടുതൽ സ്നേഹിച്ച എൻ്റെ പ്രിയ സഹോദരൻ്റെ വേർപാടിൻ്റെ ഈ ദുഃഖ സമയത്ത് എന്താണ് എനിക്ക് പറയേണ്ടത്, അതിനുള്ള വാക്കുള്ള ശക്തിയും ഒന്നും എനിക്കില്ല. എന്നാലും കഴിഞ്ഞ 24 വർഷത്തെ ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ, ആത്മീയമായിട്ടുള്ള ബന്ധം. ഞാൻ പഴയ ഞങ്ങളുടെ ആ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ദൈവമായിട്ടോ ദൈവവചനവുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലായിരുന്ന ഒരു കാലത്ത് എനിക്ക് ബൈബിൾ വായിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും എനിക്കറിയാതിരുന്ന ഒരു സമയത്ത് എന്നെ പ്രേരണയായിട്ട് വിളിച്ചുകൊണ്ട് പോവുകയും ദൈവവചനം പറഞ്ഞു തരികയും പഠിപ്പിക്കുകയും ആ ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയ എൻ്റെ ആത്മീയ പിതാവാണ് പ്രിയപ്പെട്ട മാത്യൂസ് പിതാവ്. എൻ്റെ ആത്മീയ പിതാവാണ് അദ്ദേഹം. ഞങ്ങൾ കൂട്ടായ്മകൾ ഒക്കെ നടന്നുകൊണ്ടിരുന്ന കാലത്ത് അങ്ങനെ ഞാനൊരു അവധിക്ക് വേണ്ടി നാട്ടിൽ വരുന്ന സമയത്താണ് ദോഹയിൽ CFC ചർച്ചിൻ്റെ ആരംഭം
ബ്രദർ തന്നെ മുൻകൈ എടുത്ത് അവിടെ ചർച്ച ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. അന്ന് ചർച്ചിനെ പറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് സഭ എന്ന് പറയുന്നത് അന്ന് ഞാനായിരുന്ന ആ മർത്തോമാ സഭ, അതിനല്ലാതെ വേറൊരു സഭയെപ്പറ്റിയൊന്നും എനിക്ക് യാതൊരു വിധമായ ബോധമോ കാര്യങ്ങളോ അറിവോ ഒന്നും എനിക്കില്ലായിരുന്നു. ഇങ്ങനെ മാത്യൂസ് വേറെ സഭയുണ്ടാക്കി അതൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുകയൊക്കെ ചെയ്തു. ഞങ്ങൾ കുറേ പേര് അതിൽ നിന്ന് പിന്മാറി. പിന്നെ ഞാൻ ബ്രദറിൻ്റെ ദുഃഖാനിലെ ഭവനത്തിൽ ബ്രദറിനെ കണ്ടു, വേറെ ഞാൻ ഈ സഭയിലേക്ക് ഞാൻ വരുന്നില്ല എന്ന് പറയുവാനായിട്ട് ദുഃഖാനിലെ ഭവനത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ബ്രദറെ ഞാൻ മർത്തോമ സഭയിൽ തന്നെ നിൽക്കുകയാണ്, ഞാൻ ഈ സഭയിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ബ്രദറിന് എൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ബ്രദറിനെ പറ്റി എനിക്കൊരു കാര്യം മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ ഇനിയും കാണുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ കാണുന്നുടനെ ബ്രദർ ഇന്നുള്ളതിനേക്കാൾ ദൈവത്തോട് കൂടുതലടുത്ത് യഥാർത്ഥമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതായിട്ട് കാണണം. അതിൽ ഉപരിയായിട്ട് ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ബ്രദർ നയിക്കണം, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ എപ്പോഴും ഈ കാര്യം എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഓർക്കാറുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞ ആ വാക്കുകൾ അതിന് വളരെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ദൈവസഭയോട് ചേരുവാനും സഹോദരനോടൊത്ത് കൂട്ടായ്മ ആചരിപ്പാനും എല്ലാം ദൈവം എനിക്ക് ഇടയായി തീർന്നു. PG ബ്രദർ, തുടർന്ന് പ്രമോദ് ബ്രദർ, ഇവരുടെ സാക്ഷ്യങ്ങൾക്ക് ശേഷം ദോഹയിൽ നിന്നുള്ള പ്രിയപ്പെട്ടവർ ചേർന്ന് ഒരു ഗാനം നൽകി. I'm so happy today that he has shown me the way, and he has shown me the new and living way, and he told me to go forward and not to look back. I'm so thankful for the brother for showing me the right path, because യഥാർത്ഥമായ ഒരു ലൈഫുള്ള വ്യക്തിയാണ്. Because what he taught, what he preached, it was there in his life. അല്ലാതെ ചുമ്മാ ഒരു outward ഇതല്ലായിരുന്നു. And we are following that step. And I praise God that the family members also are in complete peace, because we can see for each and every time when we visited them, they were having a perfect rest. Other and he was telling us, and we were very eager to do that. I am so thankful for that also. ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ബ്രദർ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനിപ്പം വേറൊരു വേൾഡ്ലി ചർച്ചിൽ തന്നെ ആയിരിക്കുമായിരുന്നു. ബട്ട് ഐ എം സോ ഹാപ്പി ദാറ്റ് ത്രൂ ഹിം ഐ വാസ് ഏബിൾ ടു സീ ക്രൈസ്റ്റ്. പിന്നെ ആ സത്യത്തിൻ്റെ മാർഗം തന്നെ കണ്ടെത്തുവാൻ സഹായിച്ചു. താങ്ക് യു. ഞാൻ ഒരു കാര്യം ഓർക്കുകയായിരുന്നു. ഞങ്ങളുടെ ദോഹ ചർച്ചിൽ ഞങ്ങൾക്കൊരു പ്രിയ സഹോദരനുണ്ടായിരുന്നു. ഞങ്ങൾക്കുള്ള ഒരു കണ്ണിലുണ്ണിയായ ഞങ്ങളുടെ ശ്രേഷ്ഠ സഹോദരൻ, ഞങ്ങളെ ഒരു നല്ല ഇടിയനായ ഒരു ശ്രേഷ്ഠ സഹോദരൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ സഹോദരൻ ഇന്ന് ഭൗതികമായി നമ്മുടെ മധ്യത്തിലില്ലെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച ആ ഒരു പ്രത്യാശ എൻ്റെ ജീവിതത്തിൽ തന്നതിനായി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം കിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത നഗരമതി, പരനോട് കൂടെ വാഴാൻ പോയാൽ മതി. പരൻ ശില്പിയായി പണിത നഗരമതി, പരനോട് കൂടെ വാഴാൻ പോയാൽ
നിന്ന് വന്ന ഷാജി ബ്രദർ, ഡൽഹിയിൽ നിന്ന് വന്ന സാമുവൽ ബ്രദർ, ഈ പ്രിയപ്പെട്ടവരെ തുടർന്ന് അല്പനിമിഷങ്ങൾ തങ്ങളുടെ വചനം പങ്കുവയ്ക്കും. പ്രിയ സാറിനോട് ബന്ധപ്പെടുത്തി ആ വാക്യം ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അദ്ദേഹവുമായിട്ട് ഇടപെടാൻ പറ്റിയ കാലത്ത് ആ വാക്യം വളരെ അർത്ഥവത്താണ്, സത്യമുള്ളതാണ്. അതിന് പ്രകാരം ജീവിച്ച ഒരു സഹോദരനായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഗൾഫിലെ ജോലി ചെയ്യുന്നവരായിരുന്നു. അവിടെ CFCയുടെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുന്ന സമയങ്ങളിൽ ഖത്തറിൽ സഭയ്ക്ക് വേണ്ടി പ്രത്യേക സ്റ്റാൻഡ് എടുക്കുകയും ജീവിതത്തിൻ്റെ അവസാനം വരെയും കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുകയും അത് ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരെ അതിലേക്ക് ഉത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു സഹോദരനാണ്. പിന്നെ ഇവിടെയാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടും ജീവിതത്തിലെ എല്ലാത്തിനും അധികമായി ദൈവത്തിന് മാത്രം ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിലെ സഹോദരൻ വളരെ ഉത്സാഹമായിരുന്നു. എനിക്കൊരു പ്രത്യാശയുള്ള സഹോദരൻ നിത്യതയിലുണ്ട്. തുടർന്നും നമ്മൾ ഓരോരുത്തരും ആ രീതിയിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നതിന് നിത്യതയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം. അതുകൊണ്ട് മരിക്കുന്ന ലാഭം എന്ന് പറയുമ്പോൾ പൗലോസ് കാരാഗൃഹത്തിൽ ജനങ്ങൾ കിടന്നപ്പോഴുള്ള ഫെഡപ്പ് ലൈഫിനെ കുറിച്ചല്ല പറയുന്നത്. ഒരു ഉയർപ്പിൻ്റെ ഒരു ശക്തി അദ്ദേഹത്തിന് അത് കാണുവാൻ സാധിച്ചു. അത് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ആ ഉയർപ്പിൻ്റെ ശക്തിയാണ് ഒരു ലാഭം ആയിട്ട് മനസ്സിലാക്കുന്നത്. ദൈവമക്കളെ നമ്മൾ ഇന്ന് വന്നത് ഈ സഹോദരന്റെ വേർപാടിനെ പറ്റിയുണ്ടല്ല, ദൈവത്തിന്റെ വലിയ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ഞങ്ങൾ തേക്കവനുണ്ട്. ആ ദാസൻ തന്റെ ക്രിസ്തുകാലത്തിൽ അത് വളരെ ശ്രേഷ്ഠമായി പ്രവർത്തിച്ചു. നമുക്കും അതിനൊരു സാക്ഷിയാകണം. ഇത് കവിഞ്ഞ് അദ്ദേഹത്തിന് കഴിയാത്ത കാര്യങ്ങൾ അത് ഏറ്റെടുത്ത് മുന്നോട്ട് അതിന്റെ പൂർണ്ണമായ വ്യവസ്ഥയിൽ എത്തിക്കുന്നതാണ് ഒരു കടപ്പാട് നമുക്കുണ്ട്. അതാണ് നമ്മളിവിടെ ഒരു ചലഞ്ച് ആയിട്ടുള്ള തിങ്കിങ് ആയിരിക്കണം. അതിനായിട്ടാണ് എന്തെങ്കിലും നമ്മളെ നമ്മളെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. യെശയ്യാപ്രവചനത്തിൽ 57 പറയുന്നുണ്ട്, ഞാൻ 2 വാക്യം വായിച്ചു. നീതിമാൻ നശിക്കുന്നു, അത് ആരും ഗണ്യമാക്കുന്നില്ല. ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു. നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നു, അതാരും ഗ്രഹിക്കുന്നില്ല. അവൻ സമാധാനത്തിന് പ്രവേശിച്ച് നേരായി നടക്കുന്നവരെ താൻ്റെ കിടക്കൽ വിശ്രാമം പ്രാപിപ്പിക്കുന്നു. നീതിമാൻ നശിച്ചു പോകുന്നു, ആദ്യം കിട്ടും. ഇന്ന് നമ്മൾ നോക്കുക, അനേക നീതിമാൻ ദൈവം നീതീകരിക്കപ്പെട്ടവരാണ് നീതിമാന്മാർ. അനേക ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവർ അനേകം നശിച്ചു പോകുന്നു. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടോ? അതുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വളരെ വിധം. എൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നത് ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു, നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നു എന്ന് ആരും ഗ്രഹിക്കുന്നില്ല. ഈ ദാസൻ അനർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ഈ ലോകത്തിൽ ദുഷ്ടത, ലോകത്തിന്റെ വക്രതയിൽ ആ അനർത്ഥത്തെ നമ്മൾ ഭവിക്കാതെ അത് കടന്നു പോകുന്നു. അത് ദൈവത്തിന്റെ വലിയൊരു ഒരു പ്രവൃത്തിയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുന്നവർ അതൊക്കെ ഒരു ഭാഗ്യവും കൂടാണ്. അപ്പോൾ ഈ അങ്ങനെയുള്ള ലോകത്തിന്റെ വക്രത, ദുഷ്ടത, ലോകത്തിലേക്ക് നമ്മളെ വിശുദ്ധന്മാരെ, ദൈവഭക്തന്മാരെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ദുഷ്ടപ്രവൃത്തി, അന്ധകാര പ്രവൃത്തി ഈ ലോകത്തിൽ എത്ര നമ്മുടെ ബുദ്ധിയോ അറിവും ജ്ഞാനത്തിലുള്ള ഒരു മനുഷ്യനെ സമാധാനിപ്പിക്കാൻ സാധ്യമല്ല. എന്നാൽ സകല ബുദ്ധിയും കഴിഞ്ഞ ദൈവത്തിന്റെ സമാധാനം ഈ ഭവനത്തിന് എപ്പോഴും ആശ്രയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കിന് ശ്രമിക്കുന്നു. തുടർന്ന് കോഴിക്കോട് മില്ലിപ്പൊയിൽ നിന്ന് വന്നിരിക്കുന്ന OJ ജോസ് ബ്രദറും കായംകുളത്ത് നിന്ന് വന്ന ജേക്കബ് മാത്യു ബ്രദറും അവർ ചുരുക്കമായിട്ട് പ്രത്യാശയുടെ പങ്കുവയ്ക്കും. പൗലോസ് റോമിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് തന്റെ സഹോദരന്മാരെ കുറിച്ച് യാത്ര പറയുമ്പോൾ നമ്മളവിടെ ഇങ്ങനെ വായിക്കുന്ന അവരെല്ലാവരും വളരെ കരഞ്ഞു.
ഞാൻ അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്ന എന്റെ മുഖം ഇനി നിങ്ങൾ കാണുകയില്ല. അവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളിങ്ങനെ കരഞ്ഞ് എന്റെ ഉള്ളം കലക്കുന്നതുണ്ട്. പ്രിയ സഹോദരൻ വർഷങ്ങൾ കർത്താവിനെ അറിഞ്ഞ് കർത്താവിനോടൊപ്പം നടന്ന് കഴിഞ്ഞ ദിവസം കർശനിൽ ചേർക്കപ്പെട്ടു. നമുക്കറിയാം, തന്റെ ആത്മാവ് കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുകയാണ്. ദുഃഖവും നെടുവീർപ്പും ഒന്നുമില്ലാത്ത ഒരു രാജ്യത്ത് താനും സ്വസ്ഥനായിരിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന പ്രിയ സിസ്റ്ററേയും കുഞ്ഞുങ്ങളെയും ദൈവം തന്നെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഏ മരണമേ, നിന്റെ ജയം എവിടെ? പാതാളമേ, നിന്റെ വിഷമുള്ള എവിടെ? അതെ, ആ ചോദ്യം നമുക്ക് അങ്ങോട്ട് ചോദിക്കാം. എന്നിട്ട് നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. നമ്മുടെ അവസാനത്തെ ശത്രുവാണ് മരണം. അതിനെ പാദപീഠമാക്കുവോളം എന്ന് പറഞ്ഞാൽ ഈ മരണത്തിന്മേൽ നമുക്കൊരു വലിയ ജയമുണ്ട്. ആ ജയം ഘോഷിക്കാനാണ് ഇന്ന് നമ്മൾ പ്രത്യാശയോടെ ഇവിടെ ആയിരിക്കുന്നത്. ആ ജയത്തെ ഘോഷിപ്പാൻ ഉള്ള വലിയ വലിയ വാഞ്ചയോടെ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് സഹായിക്കും. അവന് നമ്മളെ സഹായിക്കാനായിട്ട് കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. 25-ാം അധ്യായം 8-ാം വാക്യം, 8-9 വാക്യം. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കി കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കും. തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയും. ഓ, അവന്റെ ജനത്തിന്റെ നിന്ന, ഈ മരണം നമ്മുടെ നിന്നയാണ്. സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയും. യഹോവയല്ലോ അരുളി ചെയ്തത്. ആ നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ അത്രേ നാം കാത്തിരിക്കുന്നത്. അവൻ നമ്മെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ, അവനെ അത്രേ നാം കാത്തിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൽ നമുക്ക് ശക്തിപ്പെടാം. നമ്മൾ യോദ്ധാക്കളായിരിക്കാം. ബാല്യക്കാർ തളർന്നു വീഴും, യൗവനക്കാർ ഇടറി വീഴും. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവരോ അവർ ശക്തിയെ പുതുക്കും. നമുക്ക് കർത്താവിനെ കാത്തിരുന്ന് ശക്തി പ്രാപിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ദുഃഖാർത്തരെ ആയിരിക്കുന്ന എല്ലാവരും ഈ കർത്താവിനെ ആശ്രയിക്കുവാനും കർത്താവിന് ശക്തി പ്രാപിക്കാനും ഞാൻ ഉത്സാഹിപ്പിക്കുന്നു. ദൈവം നമ്മളെ ഈ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ബ്രദറിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ബ്രദറിൻ്റെ ആ മുഖം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഈ ഷീറ്റിലൊട് എഴുതിയിരിക്കുന്ന പോലെ കാപട്യമില്ലാത്തൊരു തുറന്ന ചിരി. കഴിഞ്ഞ മുന്നിലത്തെ പ്രാവശ്യത്തെ ബാംഗ്ലൂർ കോൺഫറൻസിനാണ് ഞാൻ ബ്രദറിനെ ഒടുവിൽ കാണുന്നത്. അതിനു മുമ്പ് കോട്ടയത്ത് വെച്ചൊക്കെ കാണുമ്പോഴും തൻ്റെ സ്വഭാവത്തിൽ സത്യസന്ധമായ ഒട്ടും കപടതയില്ലാത്ത ആ തുറന്നൊരു ചിരി, അത് ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിലത് ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച രാത്രിയിൽ ജോജു ബ്രദർ ഇവരെ വിളിച്ചു പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ ആ കടന്നു പോകുന്നത് ആ മുഖം തന്നെയായിരുന്നു. ചിരിക്കുന്നൊരു മുഖം. There is a hope and confidence. വലിയൊരു പ്രത്യാശ പൗലോസ് അതിനോട് ചേർന്ന് 2 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ എനിക്ക് കാംക്ഷയുണ്ട്. തെസ്സലോനിക്ക ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്കർ 4:14. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് ഉടമ്പെടുത്തും. സൗരങ്ങൾ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വലിയ സത്യം ഇതാണ്. യേശു മരിച്ചു, അതിനുശേഷം അവിടെ തീർന്നില്ല, അവൻ ജീവിച്ചെഴുന്നേറ്റു.
അത് ആ ഒരു സത്യം മുറുകെ പിടിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും മറ്റൊരു സത്യത്തിലേക്ക് ദൈവാത്മാവ് നടത്തുന്നത് സി മാത്യു ബ്രദറിനെയും യേശു മുഖാന്തരം അവരോടുകൂടെ വരുത്തും. ആ ഒരു വലിയ പ്രത്യാശയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവിക സമാധാനത്താൽ നിറയാം. ദൈവത്തിൻ്റെ വലിയ സഹായം ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ സമാധാന ഹൃദയങ്ങൾ പകരട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മെ സഹായിക്കും. കഴിഞ്ഞ വർഷത്തിന് മുമ്പുള്ള വർഷം ബാംഗ്ലൂർ കോൺഫറൻസ് നടന്നപ്പോഴാണ് സഹോദരനെ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. And we were talking for some time, and I was inquiring about his church, and he was also inquiring about other things. ഞങ്ങൾക്ക് കുറച്ച് സമയം സംസാരിക്കുവാനും ഞാൻ അവിടെയുള്ള സഭയെക്കുറിച്ചും ഞങ്ങളുടെ സഭയെക്കുറിച്ച് അദ്ദേഹം ഞങ്ങളോട് ചോദിക്കുകയും അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ ഒന്നിച്ച് സമയം ചെലവഴിച്ചു. I could drink from the good spirit of dear brother. പ്രിയ സഹോദരന്റെ നല്ല ആത്മാവിൽ നിന്ന് പാനം ചെയ്യുവാൻ എനിക്കും അവസരം ലഭിച്ചു. He was a humble brother, ഒരു താഴ്മയുള്ള കൃപയുള്ള സഹോദരൻ. We read a verse in John chapter 11. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം ഒരു വാക്യം വായിക്കുന്നു. Verse 3. 3-ാം വാക്യം. The sisters of Lazarus are telling Jesus, അവിടെ ലാസറിന്റെ സഹോദരിമാർ യേശുവിനോട് പറയുകയാണ്, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. Lord, behold, he whom thou lovest is sick. കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. Our dear brother is loved by God. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ഒരു സഹോദരനാണ്. And here Lazarus was a person who was loved by Jesus Christ. യേശു ക്രിസ്തുവിനാൽ സ്നേഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ലാസർ. But he was sick. എന്നാൽ അദ്ദേഹത്തിന് രോഗം ഉണ്ടായിരുന്നു. Is it possible that Lord's friend can become sick or fall sick? ദൈവത്തിന്റെ സ്നേഹിതന് അസുഖം വരാൻ അത് സാധിക്കുമോ? Yeah, from the Bible we understand that Lord's dear friends can fall sick. വേദപുസ്തകത്തിൽ നമുക്കത് മനസ്സിലാകുന്നു. യേശു ക്രിസ്തുവിന്റെ ഏറ്റവും അടുത്ത വ്യക്തിക്ക് പോലും രോഗമുണ്ടാകും. Like for any other person in this world. ഈ ലോകത്തിലെ മറ്റേത് വ്യക്തിയെ പോലെയും. We read another verse in John 11 and verse 11. യോഹന്നാൻ 11-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. These things said he, and after that he said unto them, our friend Lazarus sleeps, but I go that I may awake him out of sleep. നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. Jesus himself says, our friend. യേശു ക്രിസ്തു തന്നെ പറയുന്നു, നമ്മുടെ സ്നേഹിതൻ. And the friend of Jesus died. യേശു ക്രിസ്തുവിന്റെ സ്നേഹിതൻ മരിച്ചു. But Jesus says that his death will bring glory to God. എന്നാൽ യേശു ക്രിസ്തു പറയുന്നു, അവന്റെ മരണം ദൈവത്തിന് മഹത്വം കൊണ്ടുവരും എന്ന് പറയുന്നു. Will the Lord's friends die? യേശു ക്രിസ്തുവിന്റെ സുഹൃത്തുക്കൾ മരിക്കുമോ? Yes. Moses, Abraham, and many close friends of God, they died. മോശയും എബ്രഹാമും അതുപോലെ പല ദൈവത്തിന്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാർ അവർ മരിച്ചു. Even the close disciples of Jesus Christ, they had to die. യേശു ക്രിസ്തുവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർ പോലും മരണത്തിലൂടെ കടന്നുപോയി. But we know that Elisha and Enoch, they never faced death. They were taken directly from their physical bodies to heaven. എലീഷ, ഹാനോക്ക് എന്നിവർ അവര് ഭൗതികമായി മരിച്ചില്ല. അവരുടെ ശരീരം അവര് നേരിട്ട് ദൈവം അവരെ എടുക്കുകയായിരുന്നു എന്ന് നാം വായിച്ചിട്ടുണ്ട്. Elijah and Enoch. എലിയാവും ഹാനോക്കും. So God could have taken his people directly to heaven without having to pass through death. മരണത്തിലൂടെ കടക്കാതെ നേരിട്ട് ദൈവസന്നിധിയിലേക്ക് തന്റെ മക്കളെ എടുക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും. Yeah, then probably devil and the host would tell God, Lord,